ഇന്നത്തെ ഒരു സെഗ്മെന്റ് എടുക്കാൻ പോണത് ദ 8 ബെനിഫിറ്റ്സ് ഓഫ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് അല്ലെ. നമ്മൾ ഡയറക്ട് സെല്ലിംഗിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 8 ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് അല്ലെ. ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഓരോരുത്തരും വന്നിട്ട് ഒരു സീറോ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. റിസ്ക് ഇല്ല, നോ റിസ്ക്. മൂന്നാമത്തെ പറയുന്നത് തന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഇൻകം ആണ്, നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം അല്ലെ, ഒരു അൺലിമിറ്റഡ് ഇൻകം. നാലാമത്തെ ഫാമിലി ബിസിനസ് ആണ്. അഞ്ചാമത്തെ ട്രാൻസ്ഫോർബിൾ ബിസിനസ് ആണ് അല്ലെ, നമുക്ക് കൈമാറാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ആറാമത്തെ പറയുന്നത് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമില്ല. ഏഴാമത്തെ പറഞ്ഞ ഒരു പാസീവ് ഇൻകം ആണ്. എട്ടാമത്തെ പറഞ്ഞ ഒരു പാർട്ട് ടൈം ബിസിനസ് ആണ്. യെസ്, അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ ബിസിനസ്സിലേക്ക് വന്ന് അല്ലെ, ഇന്ന് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ബിസിനസ്സിലേക്ക് കയറിയത്? 2 റീസൺ ആണ് ഇതിന്റെ ഉള്ള ബിസിനസ്സിലേക്ക് അല്ലെ. ഒന്ന്, നമുക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ആണ് വേണ്ടത്, ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെ. നമ്മൾ ഇന്ന് പല ആൾക്കാരും ഫൈനാൻസ് ആയിട്ടാണ് ഡൗൺ ആയി പോകുന്നത് അല്ലെ. നല്ല ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യണമെങ്കിൽ ഫൈനാൻസ് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ ഫൈനാൻസ് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. രണ്ടാമത്തെ ഘട്ടം പറയുന്നത് എന്റർപ്രൂണൽ സക്സസ് ആണ് അല്ലെ. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ റിക്കഗ്നൈസേഷൻ ആണ് കിട്ടാൻ പോകുന്നത്. നമ്മൾ ഒരു ലെവൽ നമ്മൾ മാറാൻ പോണ ഒരു പ്രോസസ്സാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. ആ ലെവൽ മാറാനുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ ഓരോരുത്തർക്കും ഒരു എന്റർപ്രൂണർ ആയിട്ട് മാറുകയാണ്. ഇതിനകത്ത് റിസ്ക് നമ്മൾ പറയുന്നത് ഈ ബിസിനസ്സിനകത്ത് നമ്മുടെ ലോ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ആണ്, അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി അല്ലെ. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി അല്ലെ. ഈ ലോ ഇൻവെസ്റ്റ്മെന്റോടെ നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. പല അട്രാക്റ്റീവ് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്തിനാണ് ഈ ബിസിനസ്, വൈ അല്ലെ, എന്തിനാ ഈ ബിസിനസ് ഞാൻ ചെയ്യേണ്ടത് അല്ലെ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകും. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് 8 റിമാർക്കബിൾ ബെനിഫിറ്റ്സ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണ് അല്ലെ. ലോ ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ലോ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. ഈ ലോ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ എന്താ ഇവിടെ കാണുന്നത്, ഒരു മിനിമൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ തുടങ്ങുന്നത് ഈ ബിസിനസ്. ഒരു തുടക്കക്കാരന് ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഇത് തുടങ്ങാം അല്ലെ. ഒരു മിനിമം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നമ്മൾ ഈ പ്രോസസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കിട്ടാൻ പോകുന്നത് എന്താണ്, നമുക്ക് കിട്ടുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെ, ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ഇന്ന് കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വെച്ച് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്സിനകത്ത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത് അല്ലെ. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ, ഒരു ക്യാപിറ്റൽ നമ്മൾ കയ്യിൽ ഉണ്ടാവണം. ഒരു ക്യാപിറ്റൽ നമ്മൾ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ബിസിനസ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോസസ് കൂടെ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് നോക്കുകയാണെങ്കിൽ ഒരു മോഡസ്റ്റ് അപ്ഫ്രണ്ട് കോസ്റ്റ് നമ്മൾ കാണുള്ളൂ അല്ലെ. ഓഫൺ ഫോർ പർച്ചേസിങ് എ സ്റ്റാർട്ടർ കിറ്റ് അല്ലെ. നമുക്ക് ഒരു കിറ്റായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിറ്റായിട്ട് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് റിസ്ക് ഉണ്ടോ, നമ്മളോട് ചോദിച്ചു നോക്കണം. നമ്മളൊരു ചെറിയ എമൗണ്ട് മുടക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റിസ്ക് ഇല്ല, ലോ റിസ്ക് ആണ്. അപ്പം ആ ലോ റിസ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ റിസ്ക് എടുക്കാണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് വിത്തൗട്ട് റിസ്കിങ് സബ്സ്റ്റാൻഷ്യൽ ഫിനാൻഷ്യൽ ലോസ് നമുക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ട്രഡീഷണൽ ബിസിനസ്സും ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്ത് വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കണം അല്ലെ. ലോ ഇൻവെസ്റ്റ്മെന്റ് ലോ റിസ്കോടെ നമുക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യൽ ആണ് ഇതിനകത്തുള്ളത് അല്ലെ. നമ്മൾ പല ആൾക്കാരും കാണുന്നുണ്ട് ബിസിനസ്സിനകത്ത് ഒരു ഇൻകം കിട്ടണേ. നമ്മൾ ഓരോരോ ലീഡേഴ്സ്, ഓരോരോ റാങ്കിലെത്തിയ ലീഡേഴ്സിന്റെ ഇൻകം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒരു 2,10,000 നേടിയ കുറെ ലീഡേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യൽ ഒരു ബേസിലാണ് നമ്മൾ ഇന്ന് വന്നു ചേർന്നത്. ഒന്നും മനസ്സിലാക്കണം അല്ലെ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീം ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ നമുക്ക് ഈ ബിസിനസ് സക്സസ് ആവാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും വന്നതും ആ ഒരു പ്രോസസ്സിലേക്കാണ്, ആ സക്സസിലേക്കാണെങ്കിൽ ആ സക്സസ് നേടിയെടുക്കുക, മുമ്പോട്ട് പോവുക. അതിന് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നമ്മളൊന്ന് ഹാർഡ് വർക്കിംഗ് ആൻഡ് സ്മാർട്ട് വർക്കിംഗ് ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. ഇതുവരെ ഇന്ന കാലം വരെ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഹാർഡ് വർക്കിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, സ്മാർട്ട് വർക്കിംഗ് നമ്മൾ ചെയ്തിട്ടില്ല. ആ സ്മാർട്ട് വർക്കിംഗ് എന്താണ് നമുക്ക് ഇന്ന് ഇവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലെ. ഓരോരോ ട്രെയിനിങ്സ്, ഓരോരോ മീറ്റിംഗ്സ്, ഓരോരോ ഫംഗ്ഷൻസും പ്രോഗ്രാംസും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് സ്മാർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗിന് കിട്ടുന്ന ഒരു കമ്മീഷൻസ് അല്ലെ ബോണസ് ഉള്ള ഇൻസെന്റീവ്സ് ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. ആ ഒരു ഇൻസെന്റീവ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ബിസിനസ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സ് മാത്രം ഒന്ന് സിസ്റ്റം ഒന്ന് ഡെവലപ്പ് ചെയ്താൽ മതി അല്ലെ. നാലാമത് പറയാൻ പോണത് ഫാമിലി ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് ഈ കാലം വരെ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി കാണും ജോലി ചെയ്തത്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഇൻകം ഒരു സിംഗിൾ ഇൻകം ആണായി കാണും. പക്ഷെ
ആ സിംഗിൾ ഇൻകമിനകത്ത് എത്ര ആൾക്കാരാണ് ജീവിച്ചു പോണത് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലെ. ഒരു സിംഗിൾ ഇൻകമിൽ ചിലപ്പോൾ 5 or 6 ആൾക്കാരായി കാണും ജീവിക്കുന്നത്. അപ്പം ഇന്ന് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് വന്നോടെ ഇതൊരു ഫാമിലി ആയിട്ട് നമ്മൾ ഏറ്റെടുത്ത് പോവുകയാണെങ്കിൽ പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പല ഗോൾസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലെ. നമ്മൾ വെക്കേണ്ടത് ഒരു കോമൺ ഗോൾസ് ആണ് അല്ലെ. ഇന്ന് പല ആൾക്കാരും ഒരു ഇൻഡിവിജ്വൽ ഗോൾസ് ആയിട്ട് വെച്ചിട്ട് പോകണമെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് ഒരു കോമൺ ഗോൾ നമ്മൾ വെക്കുക അല്ലെ. വീട്ടിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ടൂർ പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻറ്റയർ ഫാമിലി ആയിട്ട് നമുക്ക് ടൂർ പോവാം. അങ്ങനത്തെ ഗോൾസ് നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ച് ഒരു സ്ട്രെങ്ത് സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു പ്രോസസ്സും കൂടിയാണ് അല്ല. ഓരോരോ ഫാമിലി മെമ്പേഴ്സിനെ നമ്മളെ എൻഹാൻസ് ചെയ്യാൻ പറ്റും അല്ലെ. ബിസിനസ്സിൽ ഒരു സക്സസിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ഫാമിലി ആയിട്ട് ചെയ്യാൻ നേരത്ത് പല പ്രയാസങ്ങൾ നമ്മൾ പല ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ബിക്കോസ് അവിടെ നമ്മൾ ഷെയർ ചെയ്യുന്ന കുറെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ നേരത്ത് ഇന്റർ ജനറേഷണൽ ഇൻവോൾവ്മെന്റ് ആണ് വരുന്നത് അല്ലെ. നമുക്ക് ഒരു വാല്യൂബിൾ ആയിട്ട് ട്രെയിനിങ് കിട്ടാൻ പറ്റും. നമ്മളെ വീട്ടിൽ ഒരു മക്കൾ ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവർ ഒരു യങ്ങർ ലോട്ട്സിനെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ യങ്ങർ ലോട്ട്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു സംഭവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടാവും നമ്മളെ ഒരു ബിസിനസ്സിൽ അല്ലെ. അങ്ങനെ ചെയ്തു പോകാൻ നേരത്ത് നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ആയി അല്ലെ. നമ്മൾ വന്നത് എന്തിനായിരുന്നു? ഒരു ഫൈനാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഫൈനാൻസ് ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു ഫാമിലി ആയിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കണം. ഫാമിലി ആയിട്ട് ബിസിനസ് എടുത്തിട്ട് മുമ്പോട്ട് പോവുക. അതേപോലെ തന്നെ ഇറ്റ്സ് എ ട്രാൻസ്ഫറബിൾ ബിസിനസ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ബിസിനസ്സിനകത്ത് പല ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല ബിസിനസ്സും അതവിടെ സ്റ്റോപ്പ് ആയി പോവാറാണ് ചെയ്യാറ് അല്ലെ. പക്ഷെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഇന്നിപ്പം നമ്മൾ ഇല്ലെങ്കിലും നമ്മളെ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ പല നോമിനി ഫെസിലിറ്റീസ് കൊടുത്തിട്ട് നമ്മൾ വേറെ ആൾക്ക് നമ്മളെ വീട്ടിലെ കുടുംബ ആൾക്കാർക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇറ്റ്സ് എ ബിൽഡിംഗ് എ ലെഗസി ആണ് അല്ലെ. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഒരു 3, 4, 5 ജനറേഷൻ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്കാണ് നമ്മൾ വന്നത് അല്ലെ. ഒരു ലോങ് ടേം സെക്യൂരിറ്റി നമുക്ക് ഇവിടെ കിട്ടും. ഒന്ന് നമ്മൾ 3, 4, 5 കൊല്ലം ഒന്ന് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രോസസ് കൂടെ അങ്ങനെ ചെയ്യാൻ നേരത്ത് നമ്മളെ ബിസിനസ് വാല്യൂസ് ആണ് കൂടുന്നത് അല്ലെ. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു ഫർദർ പ്രൊവൈഡിങ് എ ഫർദർ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നമ്മളെ ഫാമിലിനെ നമ്മൾ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് കൂടിയാണ് വരുന്നത്. അത് സെക്യൂരിറ്റി നമ്മൾ കറക്റ്റ് ആയിട്ട് എൻഹാൻസ് ചെയ്ത് പോയാൽ മതി അല്ലെ. 6ാമത്തെ പറയുന്നത് നോ പ്രീവിയസ് എക്സ്പീരിയൻസ് റിക്വയർഡ് ആണ്. ഇന്ന് പല മേഖലയിൽ നമ്മൾ കയറി പോയിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ടത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയാണ്. പല ജോബിലേക്ക് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിക്കേണ്ടത് അല്ലെ. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം അതേ രീതിയിലേക്കാണ് തരാൻ പോകുന്നത് അല്ലെ. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ലോ സാലറിയിൽ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും അല്ലെ. പക്ഷെ ഇന്ന് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ പറയുന്നത് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. നമുക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്സ് ആണ് അല്ലെ. ഈ ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്സ് ആണ് നമ്മളെ സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ആ ട്രെയിനിങ്ങും സപ്പോർട്ട് അല്ലെ. ട്രെയിനിങ് ഏതൊക്കെ ട്രെയിനിങ് ആണ് നടക്കുന്നത് അതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യണം അല്ലെ. പല ട്രെയിനിങ്സ് ഉണ്ട് ഇതിനകത്ത്. 1 day ട്രെയിനിങ് ഉണ്ട്, 2 day ട്രെയിനിങ് ഉണ്ട്, ലീഡർഷിപ്പ് ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ പല ട്രെയിനിങ്സ് നമുക്ക് ഇവിടെ വരാറുണ്ട്. ആ എല്ലാ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഏത് മേഖലയിലേക്കും നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമ്മൾ ആ ഡെവലപ്മെന്റ് വരണമെങ്കിൽ ആ ട്രെയിനിങ് തന്നെയാണ് നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ സ്റ്റിക്ക് ചെയ്ത് കൊണ്ട്. അപ്പം ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമില്ല. ഇതിനകത്ത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വില്ലിങ്നെസ് ടു ലേൺ ആണ് അല്ലെ. ഇന്ന് പല ആൾക്കാരും പഠിക്കാൻ ശ്രമിക്കാറില്ല അല്ലെ. ഒരു പുതിയൊരു മോഡലിലേക്ക് നമ്മൾ കയറി വരാൻ നേരത്ത് പഠിക്കണം. വില്ലിങ്നെസ് ടു ലേൺ നമ്മളെ മൈൻഡിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം അല്ലെ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണം. ലേണിംഗ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കണം. സ്ട്രോങ് വർക്ക് എത്തിക്ക് നമ്മൾ ഉണ്ടാക്കണം അല്ലെ. ഇതൊക്കെ ചെയ്യാൻ നേരത്താണ് നമ്മൾ ട്രൂലി ഡെമോക്രാറ്റിക് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലാണ് വന്നത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു നല്ല രീതിയിലുള്ള കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആ ഒരു ബിസിനസ്സിലേക്ക് കയറി മനസ്സിലാക്കി മുമ്പോട്ട് പോവുക അല്ലെ. ഇന്ന് ഇത് 7ാമത്തെ പറയുന്നത് ഒരു പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടതിന് ഒരു പാസീവ് ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഈ ജനറേറ്റ് ചെയ്യുന്ന പാസീവ് ഇൻകം പറയുന്നത് ഒരു നെറ്റ്വർക്ക് ത്രൂ ആണ് നമുക്ക് ഈ പാസീവ് ഇൻകം കിട്ടുന്നത്. ഇന്ന് നമ്മൾ ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആ ഒരു എമൗണ്ട് നമ്മൾ ഏത് എമൗണ്ട്
കൊണ്ടാണ് നമ്മൾ ടീം ഉണ്ടാവും. അപ്പോൾ ഒന്ന് സൈഡായി പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഇൻകംസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നെറ്റ്വർക്ക് ഓഫ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ് അല്ലെ, കണ്ടിന്യൂസ് സ്ട്രീമിംഗ് ഓഫ് ഇൻകം. നമ്മൾ പല റിക്രൂട്ട്മെന്റ് ചെയ്യാൻ നേരത്ത് ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അവരെ പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ നേരത്ത് നമുക്ക് ഈ ഒരു പാസീവ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുക. പാസീവ് ഇൻകമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. ഇറ്റ്സ് എ പ്രൊവൈഡിങ് എ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെ, ഫോർ എ ഗ്രേറ്റർ ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി അല്ലെ. ആക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ നേരത്താണ് ഈ സംഭവങ്ങൾ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ഒരു സംഭവങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുക. എട്ടാമത്തെ ഞാൻ പറയുന്നത് പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് തുടക്കത്തിൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ആയിട്ട് നമ്മൾ തുടങ്ങാം. പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് അതിന്റെ സാധ്യതയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് വരും അല്ലെ. ആ ഫ്ലെക്സിബിൾ അവേഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുക. 1-2 മണിക്കൂർ നമ്മൾ തുടക്കത്തിലാകെ ചെയ്യാൻ നേരത്ത് 1-2 മണിക്കൂർ വീണ്ടും അതിനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് മാക്സിമം എത്ര അവേഴ്സ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അത്ര അവേഴ്സ് നമുക്ക് ഓൺ വർക്കിംഗ് അവേഴ്സ് ആണ്. നമ്മൾ ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ഫുൾ ടൈം ജോബ് ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് മുമ്പോട്ട് പോകും. ആ ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ നേരത്താണ് നമ്മൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആവും അല്ലെ. ഇന്ന് നമ്മൾ പല ആൾക്കാരും കാണുന്നുണ്ട് പല ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. പല കോംപ്രമൈസിങ് നമ്മൾ ചെയ്യാറുണ്ട് ലൈഫിൽ. പല സംഭവങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പല കോംപ്രമൈസിങ് ചെയ്യുന്നുണ്ട്. ആ കോംപ്രമൈസിങ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ഏറ്റെടുത്ത് നാളെ അത് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത് മൂന്നാമത്തെ ഘട്ടം വരാൻ നേരത്ത് അത് ലൈഫ് ടൈം ആയിട്ട് ഏറ്റെടുക്കേണ്ട ഒരു പ്രോസസ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും പോവുക, സക്സസ് നേടിയെടുക്കുക അല്ല. അപ്പൊ നീ ഈ ബെനിഫിറ്റ്സ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ബെനിഫിറ്റ്സിൽ വരാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോ ഇൻവെസ്റ്റ്മെന്റ് ലോ റിസ്ക് ആണ്. രണ്ടാമത്തെ പറയുന്നത് അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട്. മൂന്നാമത്തെ ഫ്ലെക്സിബിലിറ്റി ആണ്. നാലാമത്തത് ഫാമിലി ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അഞ്ചാമത്തത് ട്രാൻസ്ഫറബിൾ ബിസിനസ് ആണ്. ആറാമത്തത് നോ പ്രീവിയസ് എക്സ്പീരിയൻസ്. ഏഴാമത്തത് പിന്നെ പാസീവ് ഇൻകം പൊട്ടൻഷ്യൽ. എട്ടാമത്തത് വർക്ക് പാർട്ട് ടൈം. ഇത് ചെയ്യാൻ നേരത്താണ് നമ്മുടെ ഡ്രീംസും ഗോൾസും ഫാമിലി സേഫ് ആക്കാൻ പോകുന്നത് അല്ലെ. ഈ ഒരു പ്രോസസ് കൂടെ നമ്മൾ ഓരോരുത്തരും പോവുക, സക്സസ് നേടിയെടുക്കുക. എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന വ്യക്തിയുടെ പേരാണ് സുനിൽ അരീക്കര. ഒരു ജീപ്പ് ഡ്രൈവറാണ്. ആ ജീപ്പ് ഡ്രൈവറിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഈ ബിസിനസ്സിൽ വരാനുള്ള ഒരു മോട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈഫിന് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ആ വെരിക്കോസ് വെയിന് കൊടുത്ത പ്രോഡക്റ്റ് ആണ് ഇന്ന് ഞങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് എടുത്തത്. അപ്പൊ കൊണ്ടുവന്ന വ്യക്തി സുനിൽ അരീക്കറാണ്, ജീപ്പ് ഡ്രൈവറാണ്. അപ്പൊ സാധാരണ വ്യക്തിയൊക്കെ ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റുമുള്ള ഒരു ക്ലിയർ കട്ട് എക്സാമ്പിൾ ആണ്. ഇന്ന് മൂപ്പർ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആണ്. വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് മുമ്പോട്ട് പോവാണ്. അതേപോലെ തന്നെ വേറൊരു ഫാമിലിയാണ് ഒരു പ്രദീപ് ഷീജ അല്ലെ, NTC ലീഡർ ആയിട്ടുള്ള ഷീജ മാഡം അല്ലെ. ഹസ്ബൻഡ് ഒരു ഡെയിലി വേജസ് ആണ് അല്ലെ, ദിവസം കൂലി പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് സ്ട്രൈക്ക് ചെയ്തത്. ഇന്ന് ഷീജ മാഡം NTC ലീഡർ ആയിട്ട് എത്തിയത് അല്ലെ. 2 കോടി മാച്ച് ചെയ്തത്. അപ്പൊ ഒരു സാധാരണ വ്യക്തിയാണ്. നമുക്ക് ജീപ്പ് ഡ്രൈവറും അതേപോലെ തന്നെ ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയത്. NTC ലീഡർ ആയ ഷീജ മാഡം. അതേപോലെ തന്നെ ഭവനേഷ് സാർ അല്ലെ. സാർ പറഞ്ഞു, സാർ ഒരു എംപ്ലോയി ആയിരുന്നു, ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാറിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ. ഇന്ന് CTC അല്ലെ, കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ. അപ്പം ഇവിടെ രക്ഷപ്പെടുന്ന നമ്മൾ കാണാൻ പറ്റുന്നില്ല. 3 പേരും പറഞ്ഞ ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ രക്ഷപ്പെടുന്നത് ഒരു സാധാരണ ആൾക്കാരാണെങ്കിൽ അവർ ആ എഫേർട്ട് തന്നെയാണ് അവർ ഇന്ന് ഈ ബിസിനസ്. അതേപോലെ തന്നെ വേറൊരു ലീഡറാണ് നമ്മുടെ NTC ലീഡർ ആയിട്ടുള്ള സുരാജ് സാർ അല്ലെ, ഒരു ടീച്ചറാണ്. അപ്പം ഇതിന്റെ ജോബ് പ്രൊഫൈൽ മാറാൻ തുടങ്ങി അല്ലെ, ടീച്ചർ. അപ്പൊ മനസ്സിലാക്കണം, ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഏറ്റെടുത്ത് മുമ്പോട്ട് പോയി. അപ്പം അവിടെ സക്സസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ലെവൽ ഓഫ് പീപ്പിളിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട ബിസിനസ്. അതേപോലെ തന്നെ ധനീഷ് മാധവൻ സാർ ഒരു എഞ്ചിനീയർ ആണ് അല്ലെ, ഒരു എഞ്ചിനീയർ ടേൺ ഇൻ ടു ഡയറക്ട് സെല്ലർ. മനസ്സിലാക്കണം അല്ലെ, ഓരോ ഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടം എഞ്ചിനീയർ ടേൺ ഇൻ ടു ദ ഡയറക്ട് സെല്ലർ. അതേപോലെ തന്നെ ഒരു അസിസ്റ്റന്റ് ബാങ്ക് മാനേജർ നമ്മുടെ ITC ലീഡർ സുബീഷ് സാർ അല്ലെ, അസിസ്റ്റന്റ് ബാങ്ക് മാനേജർ ടേൺ ഇൻ ടു എ ഡയറക്ട് സെല്ലർ. ഇന്ന് സാർ ഒരു മെർസിഡീസ് ബെൻസ് ഒക്കെ അച്ചീവ് ചെയ്ത് ഇന്ന് ഈ ബിസിനസ് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ലീഡറാണ്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും കാണുന്ന ഒരു മെന്ററാണ് ബെൽനിസ് സാർ അല്ലെ, ഗോൾഡ് ടീം കോർഡിനേറ്റർ ബെൽനിസ് സാർ, ഇൻഷുറൻസ് അഡ്വൈസർ അല്ലെ. അപ്പം ഓരോ മേഖലയിലുള്ള ആൾക്കാർ ഇവിടെ സക്സസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ബിസിനസ് മാൻ അല്ലെ ടേൺ ഇൻ ടു എ ഡയറക്ട് സെല്ലർ. അപ്പൊ ഏത് സെറ്റ് ഓഫ് ആൾക്കാർ നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത് അതൊന്നും മനസ്സിലാക്കിയാൽ മതി. ഒരു ബിസിനസ് മാൻ ടേൺ ഇൻ ടു എ ഡയറക്ട് സെല്ലർ അല്ലെ,
ഡയമണ്ട് പ്ലസ് യൂണിവേഴ്സൽ ടീം കോർഡിനേറ്റർ അനീസ് സർ, അതേപോലെ തന്നെ മുബീൻ മുഹമ്മദ് സർ, ബിസിനസ്മാൻ ടേൺ ഇൻ ടു എ ഡയറക്ട് സെല്ലർ, ക്രൗൺ ഡയമണ്ട് ആയിട്ടുള്ള മുബീൻ മുഹമ്മദ് സർ. അപ്പൊ ഈ ഒരു വ്യക്തികളൊക്കെ സക്സസ് ആവുന്ന ഉള്ള കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി വൺ പേഴ്സൺ, ദാറ്റ് ഈസ് പ്രവീൺ ചന്ദൻ സർ, അല്ലെ, നമ്മളെ ഡയറക്ടർ ഓഫ് എ കമ്പനി, അല്ലെ. ഇന്ന് ഈ സർ ഈ ഓപ്പർച്യൂണിറ്റി തന്നപ്പോഴാണ് ഒരു സാധാരണ വ്യക്തികളും ഇവിടെ വിജയിക്കുമുള്ള ഒരു പ്രോസസ്സ് കറക്റ്റ് ആയി വന്നത്. ആ പ്രോസസ്സ് കൂടെ നമ്മൾ ഓരോരുത്തരും പോവുക, നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെ. ഇഫ് സംബഡി ഓഫേഴ്സ് യു an amazing opportunity but you are not sure you can do it, അല്ലെ. നമുക്ക് ഒരു വ്യക്തി നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്, പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റൂല, നമ്മൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ സേ യെസ്, അല്ലെ, ഞാൻ ചെയ്യും, സേ യെസ് ആൻഡ് ദെൻ ലേൺ ഹൗ ടു ഡു ഇറ്റ് ലേറ്റർ, അല്ലെ. ആദ്യം നമ്മുടെ മൈൻഡിൽ നമ്മൾ പറയണം യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, അല്ലെ, ഞാൻ ചെയ്യും, ഞാൻ അതൊന്ന് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് ഞാൻ ഏറ്റെടുക്കും. അത് കഴിഞ്ഞിട്ട് അത് പഠിക്കുക, അല്ലെ. പഠിക്കുന്ന സ്റ്റേജ് ലേറ്റർ വരികയാണ്, ആദ്യം ഏറ്റെടുക്കാനുള്ള സ്റ്റേജ് വരണം. ഇന്നിപ്പോ നമ്മളൊരു ഒരു വ്യക്തിനോട് പോയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറയാൻ നേരത്ത് പല ആൾക്കാരും പല ഒബ്ജെക്ഷൻസും പല ഒബ്സ്റ്റാക്കിൾസും പല റിജക്ഷൻസ് വെച്ചിട്ടേക്കാണ് പറയുന്നത്. പക്ഷെ ആ ഒരു റിജക്ഷൻസിനകത്ത് നമുക്ക് അവരെ കണ്ടെത്താം, നമുക്ക് അവരെ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരോട് യെസ് പറയിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് അവരെ സക്സസിലേക്ക് എത്തിക്കാൻ പറ്റും. യെസ് യു ക്യാൻ, അല്ലെ. നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് ഈ ബിസിനസ്സിൽ പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, ഈ ഒരു പ്രോസസ്സ് കൂടെ നമ്മൾ വിജയിക്കും, നമ്മൾ രക്ഷപ്പെടുമുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ നമ്മളെ മൈൻഡ് നമ്മൾ കൊണ്ടുവരേണ്ട യെസ് യു ക്യാൻ, യെസ് ഐ ക്യാൻ, ആ ഒരു പ്രോസസ്സ് കൊണ്ട് കൊണ്ടുപോവുക. യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് ഓൾവേസ് യുവർ ചോയ്സ്, അല്ലെ. നമ്മളെ ആറ്റിറ്റ്യൂഡ് നമ്മളെ ചോയ്സ് ആണ്. ആ ചോയ്സ് നമ്മൾ തന്നെ കണ്ടെത്തണം, മുമ്പോട്ട് പോവുക, സക്സസ് നേടിയെടുക്കുക. യെസ്, ഇത്ര പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ സെഷൻ ഇവിടെ നിർത്തുന്നു. വൺസ് അഗൈൻ ഞാൻ താങ്ക്സ് കൊടുക്കുന്നത് നമ്മുടെ പ്രവീൺ സാർ